കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നിത കെ ഗോപാൽ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി നിത കെ ഗോപാൽ, ഇപ്പോൾ സംസ്ഥാനത്തെ പ്രധാനമായിട്ടും 7 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിട്ടുള്ളത്. നിലവിലെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, പത്തനംതിട്ട ജില്ലയിലടക്കം തീർത്ഥാടന സമയമാണ്, ശബരിമല തീർത്ഥാടകരൊക്കെ വരുന്ന ഒരു സമയമൊക്കെയാണ്. ഇവിടെ യെല്ലോ അലേർട്ടാണ് പ്രധാനമായിട്ടും. പമ്പാ നദിയൊക്കെ തന്നെയും ആളുകൾക്കൊക്കെ തന്നെ ഒരു ഭീതിയാണ്. എത്ര ദിവസം വരെ ഈ അലേർട്ടുകളൊക്കെ ഉണ്ടായിരിക്കും? എങ്ങനെയായിരിക്കും ഇനി വരും ദിവസങ്ങളുടെ ഒരു അവസ്ഥ? ഇന്ന് നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ എറണാകുളം ജില്ല വരെയാണ്. എറണാകുളം ജില്ല മുതൽ തെക്കോട്ടേക്ക് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് യെല്ലോ അലേർട്ട് കൊടുത്തിട്ടുണ്ട്. നാളെ ആകുമ്പോൾ മഴയുടെ അളവ് കുറച്ചുകൂടി ഒന്ന് കുറഞ്ഞിട്ട് പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലേക്ക് മാത്രമായിട്ട് യെല്ലോ അലേർട്ട് ചുരുങ്ങും. മറ്റന്നാൾ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ മാത്രമായിരിക്കും യെല്ലോ അലേർട്ട് ഉണ്ടാവുക. അലേർട്ട് ഇല്ലാത്ത ജില്ലകളിൽ നേരിയ തോതിലുള്ള മഴയ്ക്കുള്ള സാധ്യത അപ്പോഴും ഉണ്ടാവും ഈ 3 ദിവസത്തേക്ക്. കാരണം നമ്മളുടെ ഈ കന്യാകുമാരിക്ക് തെക്ക് വശത്തായിട്ട്, കന്യാകുമാരിക്കും ശ്രീലങ്കയ്ക്കും ഇടയ്ക്കായിട്ട് ഒരു അന്തരീക്ഷ ചുഴി ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ഈ മഴ തുടർച്ചയായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കുറച്ചുകൂടി ഒരു നാളെയോടുകൂടി ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുകയും കുറച്ചുകൂടി അതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രീലങ്കയ്ക്ക് അടുത്തേക്ക് അത് പോകുന്നതോടുകൂടി കേരളത്തിന് അതുകൊണ്ടുള്ള സ്വാധീനം കുറയും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മഴ കുറയും. അതുകൊണ്ട് ഇന്നത്തെ ഈ അലേർട്ട് കഴിഞ്ഞാൽ പിന്നെ നാളെയും മറ്റന്നാളും നമുക്ക് 3 ജില്ലകളിൽ അല്ലെങ്കിൽ 2 ജില്ലകളിൽ വെച്ച് നമ്മൾ അലേർട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഏറ്റവും തെക്ക് മാത്രമായിരിക്കും ഇതിന്റെ സ്വാധീനം ഉണ്ടാവുക. അപ്പം മഴയുടെ അളവിൽ ഗണ്യമായ കുറവ് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ഈ രാത്രി കാലങ്ങളിലൊക്കെ തന്നെ പ്രധാനമായിട്ടും അത് പലപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് രാത്രി കാലങ്ങളിലെ യാത്ര. അതേപോലെ ഈ മലയോര മേഖലകളിലൊക്കെ ഈ സമയത്തുള്ളൊരു യാത്രയൊക്കെ, പിന്നെ ഈ രാത്രി കാലങ്ങളിൽ മഴ ശക്തമാവുകയൊക്കെ, ഈ ഒരു സാഹചര്യത്തിലും രാത്രി കാലങ്ങളിൽ മഴയുടെ ആ ഒരു ശക്തി അത് പ്രതീക്ഷിക്കാമല്ലേ? അത് കേരളത്തിലെ മഴയുടെ ഒരു പ്രത്യേകതയാണ്. രാത്രി കാലങ്ങളിൽ മഴയ്ക്ക് ശക്തി കൂടുക, അല്ലെങ്കിൽ നേരം വെളുക്കുന്നതിന് തൊട്ട് മുൻപൊക്കെ ശക്തിയായ മഴ നമുക്ക് സാധാരണ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ മലയോര മേഖലകളിലെ അപകട സാധ്യതയും കൂടുതലുണ്ടല്ലോ. അതുകൊണ്ടുകൂടിയാണ് ഈ രാത്രി കാലങ്ങളിലേക്കുള്ള മലയോര മേഖലകളിലേക്കുള്ള യാത്ര, അല്ലെങ്കിൽ അവിടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോവാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഒന്ന്, ഈ മിന്നൽ പ്രളയം പോലെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ മണ്ണിടിച്ചിലിന് സാധ്യത കൂടുതൽ, ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല, ഈ കണക്ടിവിറ്റിയുടെ ഒരു പ്രോബ്ലം കൂടി ഉണ്ടാവില്ല. മലയോര മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്നത് പ്രത്യേകിച്ച് ആ നാട്ടുകാരൊന്നും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ പോലും സഹായം എത്തിക്കാനോ അല്ലെങ്കിൽ സഹായം ആവശ്യപ്പെടാനോ ഉള്ള ഒരു ബുദ്ധിമുട്ട് കൂടി കണക്കിലെടുക്കണമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ മലയോര മേഖലകളിലേക്ക് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ യാത്രയ്ക്ക് ഒഴിവാക്കണം പറയുന്നതിന്റെ ഒരു കാരണം അതുകൂടിയാണ്. അപ്പോ ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മഴയ്ക്ക് അങ്ങനെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. പിന്നെ പത്തനംതിട്ട ജില്ലയിൽ നമ്മൾ ശബരിമലയ്ക്ക് പ്രത്യേകമായിട്ട് എല്ലാ 3 മണിക്കൂറിലും ഒരു ഫോർകാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അടിക്കടി എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഈ ശബരിമല തീർത്ഥാടന കാലത്ത് മുഴുവനും IMDയുടെ ഇങ്ങനെ ഒരു സർവീസ് ഉണ്ടാകും. ശരി, വളരെ നന്ദിയുണ്ട് മേഡം ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.